സാർ, നമുക്ക് ഷോപ്പ് തുറന്നു വരുന്നുള്ളൂ സാർ. ഫുഡ് ആവുന്നുള്ളൂ, കുറച്ച് ലേറ്റാവും. കുഴപ്പമില്ലല്ലോ? ഹലോ, അങ്ങനെയല്ല ലാവണ്യ, അത് പറ്റ. ഇത് മതി. ഹായ്. ഹലോ. ഹലോ, ലാവണ്യ. ലാവണ്യ, സുഭാഷ്. ഒരുപാട് നേരം വന്നിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അതല്ല, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഫോട്ടോ കാണുന്ന പോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട് നേരിട്ട് കാണാൻ. എന്ത് വ്യത്യാസം? അല്ല, ഫോട്ടോ കാണുമ്പോൾ കുറച്ചുകൂടെ പൊക്കമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ തന്നെ ഫോട്ടോ കണ്ട കുറച്ചൊരു കളറുള്ള പോലെ ഫീൽ ചെയ്യുമല്ലോ. ആണല്ലേ? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ഈശ്വര. ഹൈറ്റ് ഞാൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഞാനത് ശ്രദ്ധിച്ചില്ല. അതോടെ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരായിരിക്കുമല്ലേ? പിന്നെ എന്തിനാണ് അൺഒഫീഷ്യൽ പെണ്ണ് കാണല്ലേ? ഈ പെണ്ണ് കാണുമ്പോഴേ കൂടെ നമുക്കൊരു 10 മിനിറ്റ് സംസാരിക്കാൻ കിട്ടുള്ളൂ. അത് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനുള്ള ടൈമേ ഉള്ളൂ. ഈ ഗ്യാപ്പിൽ വീട്ടുകാരൻ കല്യാണം ഉറപ്പിച്ച് കളയും. പിന്നെ നമ്മൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കണ്ട് സംസാരിച്ച് എങ്ങാനും വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ വീട്ടുകാരോട് നോ പറയാൻ പറ്റില്ല. അതെന്താ? നിനക്ക് നേരത്തെ പറഞ്ഞിടായിരുന്നോ? പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞിടായിരുന്നോ? ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, കല്യാണം കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വീട്ടുകാർ നമ്മളെ പിടിച്ചാൽ കെട്ടിക്കും. എന്നിട്ട് നമ്മൾ വേണ്ടി ഇതൊക്കെ അനുഭവിക്കാൻ. ഒരുപാട് പെണ്ണുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാടൊന്നുമില്ല, ഒരു 5-6 എണ്ണം. അതെല്ലാം ഇതുപോലെ നേരത്തെ മീറ്റ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്താണോ? ഒരെണ്ണം, ബാക്കിയെല്ലാം വീട്ടുകാർ തന്നെ റിജക്റ്റ് ചെയ്തതാ. ആ ഒരെണ്ണത്തിന് എന്ത് പറ്റി? എനിത്തിങ് പേഴ്സണൽ? അത് ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ അയാൾ വീട്ടുകാരെ കൂട്ടിയിട്ട് വന്നു. പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കേണ്ടി വന്നു. ഇയാളെന്തായാലും കൊള്ളാം, ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യം കാണിച്ചല്ലോ. മിനിമം ഒരു ഫ്രണ്ടിനെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഫ്രണ്ടിനെയൊക്കെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിച്ചെടുക്കുന്ന സമയത്താവും വെറുതെ പോസ്റ്റാവും. ഞാൻ വീട്ടിൽ പോലും പറയാതെ വന്നേ. എൻ്റെ വീട്ടിൽ അറിഞ്ഞൂടാ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നതും പുറത്ത് പോകുന്നതൊക്കെ കൊള്ളില്ല, ദോഷമാണ് അങ്ങനെയൊക്കെ വീട്ടിൽ പറയുന്നത്. കല്യാണത്തിന് മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഉടക്കി പിരിയാനുള്ള ചാൻസ് ഉണ്ട്. സോ കല്യാണത്തിന് മുമ്പ് മിണ്ടാൻ സമ്മതിക്കില്ല. വീട്ടുകാർക്ക് ഇത് എങ്ങനെയെങ്കിലും നടത്തി ആ ഭാരം അങ്ങ് ഒഴിവാക്കണം. ബാക്കി നമ്മളല്ലേ അനുഭവിക്കണ്ടേ? പോയിന്റ്. ബട്ട് റിയാലിറ്റി എന്താണെന്നറിയോ? എനിക്കൊന്ന് റിജക്റ്റ് ചെയ്യാൻ പോലും പെണ്ണുങ്ങളില്ല. ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ. ഇപ്പോൾ 6 കൊല്ലമായി മാട്രിമോണി കൊടുത്തിട്ട് ഒരുപാട് റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ച് ആകെ റിപ്ലൈ വന്ന് 11. 11 പെണ്ണുകൾ നടന്നു. എവിടുന്ന്? മാട്രിമോണി ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കാണുമ്പോൾ വീട്ടുകാരെ വിളിച്ച് പെണ്ണുങ്ങൾ തീയതി ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് പോകാനായിട്ട് അന്ന് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ രാവിലെ വിളിക്കും. എന്നിട്ട് പറയും, അതെ പെണ്ണിന് വേറൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണ്ട കേട്ടോ. അതുപോലെ പറയും, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അതിന് പെണ്ണുങ്ങളല്ലെന്നേ അവർ മാട്രിമോണി നോക്കുന്നത്, വീട്ടുകാരാ. ഈ സിനിമയിലൊക്കെ പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണ്ടേ? 2 ദിവസം കഴിഞ്ഞതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. സാരി കൊടുത്ത് ചായയൊക്കെ കൊണ്ടുവന്ന് അമ്മയുടെ പുറകിൽ നിന്ന് കളൊക്കെ വരയ്ക്കണം. ഇതിപ്പോൾ ശരിക്കും സിനിമയിലെ പോലെ ആയല്ലോ. പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മളെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. അതാണ് എനിക്ക് വേണ്ടത്. നമ്മൾ വേറെ ടോപ്പിക് സംസാരിച്ചാലേ ഒരേ തോട്ട്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്നെക്കുറിച്ചൊന്നും അറിയണ്ടേ? പേര് സുഭാഷ്, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചീനെ കെട്ടിച്ചുവിട്ടു. ഹോബി കുക്കിംഗ്, ബിരിയാണിയൊക്കെ നന്നായിട്ട് വെക്കും. പിന്നെ പഠിച്ച സ്കൂൾ. ഇതൊക്കെ ഇവിടെ കിട്ടി? ഇതൊന്നും മാട്രിമോണി കൊടുത്തിട്ടില്ലല്ലോ. താൻ എന്താ വിചാരിച്ചേ? പെണ്ണ് കാണുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കണമെങ്കിൽ കുറഞ്ഞത് ഇത്രയെങ്കിലും ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? ഓ, അപ്പോൾ എന്നെക്കുറിച്ചെല്ലാം അറിയാം. എന്നാൽ എന്നെ തന്നെക്കുറിച്ച് പറ. എൻ്റെ ഹോബി ഇൻട്രസ്റ്റൊക്കെ ഞാനായിട്ട് പറയുന്നേക്കാൾ നല്ലത് താനായിട്ട് കണ്ടുപിടിക്കുന്നത്. അതിനൊക്കെ ഇനിയും ടൈം ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് വേറെ ദിവസം സംസാരിക്കാം. റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ക്ലീഷ ചോദ്യം എല്ലാ പെണ്ണ് കാണലുണ്ടാവും. പ്രേമിക്കാൻ പോകുന്നൊരു പഴയ പ്രേമത്തെ പറ്റി ചോദിക്കണ്ടേ? അറിയണ്ടേ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അവനെ കാണാൻ ഒടുക്കത്തെ ലുക്ക്.
കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും അവൻ്റെ പുറകെയായിരുന്നു. അതുകൊണ്ട് അവൻ ഈ പ്രേമത്തിൻ്റെ വിലയൊന്നും അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ തനിക്ക് പ്രപ്പോസലൊന്നും വന്നിട്ടില്ലേ? വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആരും പുറകെ നടന്നിട്ടില്ല. ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല, ഞാൻ കൊടുക്കാം. കുഴപ്പമില്ല. ഞാനല്ലേ വരാൻ പറഞ്ഞേ, ഞാൻ തന്നെ കൊടുത്തോളാം. എത്രയായി? 50 രൂപ. ഇനി തൻ്റെ സ്റ്റോറി പറ. എനിക്കങ്ങനെ പറയത്തക്ക സ്റ്റോറി ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനും അവൾ ഒരേ ക്ലാസ്സിലായിരുന്നു. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അവളുടെ പുറകെ നടന്നത്. എന്നിട്ടൊരു പോയിന്റിൽ അവൾ എന്നോട് തിരിച്ച് ഇഷ്ടമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പക്ഷേ അത് അച്ഛൻ വീട്ടിലെറിഞ്ഞ് ആകെ സീനാക്കി. എൻ്റെ പുറവും ദേഹമൊക്കെ അടിച്ച് നാശാക്കി. സ്കൂളിലും വന്ന് വിഷയം ഉണ്ടാക്കി. സ്കൂളിലോ? ഏത് ക്ലാസ്സിൽ? 8ാം ക്ലാസ്സിൽ. ആ പ്രായത്തിലോ? 8ാം ക്ലാസ്സിലെ പ്രേമോ? എടോ അതല്ല, ഈ മെച്യൂരിറ്റി ഒക്കെ ആയതിനു ശേഷം പ്രേമിച്ചിട്ടുണ്ട്. അതില്ല, ഇവിടെ ഈ മെച്യൂരിറ്റി ഒക്കെ ആയതിനു ശേഷം ഒന്നും പ്രേമിക്കാനൊന്നും പറ്റത്തില്ല. അതെന്താ? അതിപ്പോൾ എടോ, പ്രേമിക്കുമ്പോൾ താൻ പാർട്ട്ണറിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, പുറത്തൊക്കെ പോകണം, അങ്ങനെയൊക്കെ. പക്ഷേ ഈ മെച്യൂർഡ് പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാ? അതിപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ ഈ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഹാൻഡിൽ ചെയ്യണം, ഒരുമിച്ച് നേരിടണം. സപ്പോസ് നിനക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നവരെ ഞാൻ കൂടെ കാണും. നിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കൂടെ ആയിരിക്കും. ഉറപ്പാണോ? എന്താ സംശയം? ഇതൊക്കെ ലൈഫിലും കണ്ടാൽ മതി. അപ്പോൾ ഒഫീഷ്യൽ പെണ്ണാണല്ലോ ആണ്. എടാ നീ റെഡിയായില്ലേ ഇതുവരെ? അച്ഛൻ്റെ പുറത്ത് കാത്തിരിക്കുക. ഇറങ്ങുവാ. 10 മണിക്ക് മുന്നേ എത്തിയാൽ മതിയായിരുന്നു. അച്ഛനെ എവിടെ ഇരിക്കണേ? വരുന്നില്ലേ? എടാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ നാളെ തമ്മിൽ ചേരില്ലെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. ഹലോ, ഹലോ, ഞാൻ ലാവണ്യാണ്. ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ?